ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ രാവിലെ തന്നെ മക്കൾ മദ്രസയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് മഴയ്ക്ക് കുറവുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മഴ വരും. അങ്ങനെ ഇരുട്ടൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ വണ്ടിയിലാണ് പോകുന്നത്. പിന്നെ നായ്ക്കളെ ശല്യമുണ്ട്. രാവിലെ എണീച്ചാൽ റോഡിലും പിന്നെ അതുപോലെ തന്നെ പോകുന്ന വഴിയിലൊക്കെ ഭയങ്കര നായ്ക്കളെ ശല്യമാണ് കേട്ടോ. അതുകൊണ്ട് മക്കൾക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഓരോരോ ദിവസം ഞാൻ റോഡ് സൈഡ് കൊണ്ടാക്കും. അവിടുന്ന് വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല. എന്നാലും മഴയില്ലാത്തത് കൊണ്ട് തന്നെ മക്കൾ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉള്ളിലേക്ക് വന്നിട്ട് പിന്നെ കുറച്ച് ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിന്. കുഴച്ചും വെച്ച് പിന്നെ രാത്രി 2-3 ഗ്ലാസ് അരി കുതിർത്തിട്ടുണ്ടായിന്. അതൊക്കെ അരക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. ഇത് രാവിലെ എണീച്ചാൽ പിന്നെ മക്കളെ മദ്രസയിലേക്ക് വിട്ടതിന് ശേഷം സ്കൂളില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഇരുന്ന് ഫോണൊക്കെ നോക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പണിയെടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂളില്ലല്ലോ. അപ്പോൾ സ്കൂളുണ്ട സമയത്താണെങ്കിൽ ഒരു 9-9:30 മണി വരെ നമ്മൾ എന്തായാലും അവർക്ക് വേണ്ടി സമയം മാറ്റി വെക്കണം. അവരെ സ്കൂളിലേക്ക് അയക്കണം, അവർക്ക് ചായ കൊടുക്കണം, അവരെ കുളിപ്പിച്ച് ഡ്രസ്സ് ഇടണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളല്ലേ. സ്കൂളിൽ പോകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ ചപ്പാത്തി ചുട്ട് കഴിയാനായി കേട്ടോ. അങ്ങനെ ഇതാ 3 ഗ്ലാസ് അരി കുതിർത്തിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ അതൊക്കെ അരച്ച് പിന്നെ കുറച്ച് അപ്പം ഉണ്ടാക്കാമെന്നും വിചാരിച്ചിട്ടുണ്ടായിന്. അപ്പോഴേക്കും ഭയങ്കര മഴയാണ് കേട്ടോ. മുറ്റത്ത് ഭയങ്കര വലിയ മഴയാണ്. പിന്നെ മുറ്റത്തേക്ക് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഉള്ളിൽ എന്തായാലും പണി കഴിഞ്ഞിട്ടും ഉള്ളിൽ തന്നെ ഇരിക്കണം. ഭയങ്കര മഴയായതുകൊണ്ട് നമുക്ക് എന്തൊരു മുറ്റടിക്കാനോ എന്ത് കാര്യത്തിനും മുറ്റത്ത് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് പണിയെടുത്താലും ഉള്ളിലിരിക്കണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ അപ്പം ചുടുന്നുണ്ട്. 2 കലത്തപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇപ്പോൾ അടുപ്പിലാണെങ്കിൽ ഒരുപാട് പണി ഉണ്ടാവും. വിറക് കത്തിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് കാത്ത് കുത്തിരിക്കണം. ഇപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് കാര്യം എളുപ്പമായി കിട്ടും. അങ്ങനെ ഞാനിതാ ദോശ ചുടാൻ ഇറങ്ങിയതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു പെട്ടെന്നുണ്ടാകുന്ന എളുപ്പത്തിലുണ്ടാകുന്ന പണിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇതുണ്ടാക്കിയതാണ്. അതുമല്ല എനിക്ക് രാത്രി കറി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ച് കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ എളുപ്പത്തിൻ്റെ പണിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇന്ന് പരിപ്പ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചതാണ്. അങ്ങനെ അതിനൊക്കെ താളിച്ചൊഴിച്ചിട്ട് പിന്നെ ഞാൻ കലത്തപ്പം സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിപ്പോൾ എനിക്കാണെങ്കിൽ തേങ്ങ ഒന്നും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ തേങ്ങ ഇടാതെയാണ് കേട്ടോ കലത്തപ്പം ചുട്ടത്. പിന്നെ ഉള്ളിയൊക്കെ നല്ല മൊരിച്ചെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കലത്തപ്പം ഉണ്ടാക്കിയാൽ. പിന്നെ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളും ഇതിലൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ചോറ് വെക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് രാത്രിക്കത്തതാണ്. ഇപ്പോൾ രാത്രിക്കൊക്കെ ഞാൻ നെയ്പ്പത്തലും പിന്നെ മുട്ടക്കോഴിയുണ്ട്, അത് കറി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കൊള്ളി കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ അതും അതിലിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ നെയ്പ്പത്തിലൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ മക്കളുണ്ട് കേട്ടോ ഹെൽപ്പിന്. മക്കളൊക്കെ എനിക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാൾ ഉള്ളൊക്കെ അടിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഹെൽപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ മക്കളെ കൊണ്ട്. അങ്ങനെ അവർ ഉണ്ടാക്കി തരുമ്പോൾ ഞാൻ പെട്ടെന്ന് കാച്ചിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കറീൻ്റെ പണിക്കാണ് കേട്ടോ കഴിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ എളുപ്പത്തിലുള്ള പണിയാണ്. പിന്നെ ഞങ്ങൾക്ക് കിച്ചണും സെറ്റാവാത്തത് കൊണ്ട് തന്നെ എല്ലാ പണിയും ഗ്യാസിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കിച്ചണൊക്കെ സെറ്റായിട്ടില്ല. അപ്പോൾ നമ്മളെ കറിയൊക്കെ ഇവിടെ സെറ്റാകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം.